So it's been a while. Yeah, നമ്മൾ നിങ്ങളെ കണ്ടിട്ട് കുറേ നാളായി. Yeah. Together postings ഒക്കെ തുടങ്ങി guys. അപ്പോ ഇന്നത്തെ വ്ളോഗ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ ഒരു ഷോപ്പിംഗ് വ്ളോഗാണ്. നമ്മൾ എന്തായാലും ഇന്നത്തെ ദിവസം കൊണ്ട് ഫുൾ എന്തായാലും എടുത്ത് തീരുന്നു തോന്നണല്ലോ. അതിന്റെ കല്യാണ ഷോപ്പിങ്ങിനാണ് പോകുന്നത്. കൂടെ പോവാം. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പെരുന്നാളിന്റെ ഡ്രസ്സ് എടുക്കണം. സോ അതൊക്കെയാണ്. അപ്പോ കുറെ ദിവസത്തെ ചിലപ്പോ ഷോപ്പിംഗ് ക്ലിപ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഒറ്റ വ്ളോഗായിട്ട് ഇപ്പൊ വന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ നടന്നിട്ടാണ് ശോഭികയില് ഡ്രസ്സ് എടുക്കാൻ പോണേ. ഓക്കെ, നല്ല രസമുള്ള ഒരു വാക്കാണ്. അപ്പൊ നമ്മള് ക്ലിപ്സ് കാണിച്ചു തരാം നമ്മുടെ ഷോപ്പിംഗ് എങ്ങനെയാണെന്നുള്ളത്. പൊതുവെ എനിക്ക് ഇവരുടെ ഒപ്പം പോകുമ്പോ പെട്ടെന്ന് ഡ്രസ്സ് കിട്ടാറുണ്ട്. അങ്ങനെ ഒരു ഇതുണ്ട്. എനിക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടലില്ല. അതാണ്. അപ്പൊ നമ്മൾ നോക്കട്ടെ ഗൈസ്. ബൈ. സിൽക്കി എവിടാ? നമ്മളിപ്പോൾ നോക്കി കോഡ് സെറ്റ് നോക്കുകയാണ് വെറുതെ. നമ്മൾക്ക് ഇവിടെ നിന്ന് അധികം കിട്ടിയില്ല ഗൈസ്. So that was an utter flop. ഓട്ടോ കിട്ടുന്നില്ല ഗൈസ് ഇപ്പോ. Yeah, now we are going to another restaurant എന്നൊക്കെ പറയാൻ പോണേ. Another shop. ഒരാള് മെയിനായിട്ട് ഡ്രസ് ട്രൈ ചെയ്യാണ്. സോ വി ഗേവ് ടു സിൽക്കി. അത് നിങ്ങൾക്ക് പറയാൻ മറന്നുപോയി. നമ്മളിപ്പോ വേറെ ഡ്രസ്സും ട്രൈ ചെയ്യാണ്. എനിക്ക് ഇട്ട് നോക്കാൻ മടിയാണ് ഗൈസ്. അപ്പൊ ഞാനിങ്ങനെ നിക്കാണ് ഇവിടെ, ഇങ്ങനെ വെറുതെ ഫോട്ടോ എടുത്തോണ്ട് നിക്കാണ്. എന്തുട്ട് വെറുതെ വിചാരം പറച്ചാ ഒരു കട കറിക്കാൻ അവിടെ തന്നെ എടുക്കണം ഇത്ര നിർബന്ധം. ഞാൻ ഒരു കലിപ്പിലാണ്, മനസ്സിലായില്ലേ? അറിയില്ല. സാധാരണ എന്താ മനുഷ്യന്മാര് ഒരു ഡ്രസ്സ് എടുക്കുമ്പോ കൊറേ ഷോപ്സ് ഒക്കെ നോക്കിയിട്ടല്ലേ ഡ്രസ്സ് എടുക്ക. ഇത് അവരുടെ ഷോപ്പിൽ കേറിയിട്ട് അവര് പറയാ അവിടെ തന്നെ നോക്കിക്കോളൂ. വേണ്ട, ഞാൻ പറഞ്ഞു ഞങ്ങൾ പുറത്ത് നോക്കിയിട്ട് വേണമെങ്കിൽ വരാം. അവര് പറയാ അഡ്വാൻസ്. പിന്നടാ, എനിക്ക് അഡ്വാൻസ് കൊടുത്തിട്ട് നോക്കാൻ ആഗ്രഹം ഇല്ലെങ്കിലോ? ഞാൻ സിൽക്കില് വരണില്ല ഗൈസ്. ഏതെങ്കിലും സിൽക്കിക്കാര് കാണാണെന്നുണ്ടെങ്കിൽ ക്ഷമിച്ചോളൂ. കാരണം ബിക്കോസ് നമുക്ക് വേറെ ഓപ്ഷൻസും നോക്കണമല്ലോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടി നോക്കി വെച്ചാ ഈവൻ ദോ അതന്നെ അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈവൻ ദോ എന്റെ ബ്രദറിന്റെ വെഡിങ് ആണെങ്കിലും അവരെക്കാളും കൂടുതലുള്ള ഡ്രസ്സൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. ലൈക്ക് അറൌണ്ട് 8K 9K ഒന്നും എന്തായാലും ഞാൻ എടുക്കൂല. ഒരു 5K 6K ഒക്കെ ഓക്കെ. സോ പിന്നെ അത്രത്തിനുള്ള വർത്ത് ആണെന്നുണ്ടെങ്കിൽ നോക്കാം. പഴയ പോണവരൊക്കെ നോക്കണ്ട ഗൈസ്. അപ്പൊ നിർബന്ധമില്ല നമുക്ക് ഒരു ഷോപ്പിൽ നിന്ന് എടുക്കണം. നിങ്ങൾ ഡ്രസ്സ് ചൂസ് ചെയ്യുമ്പോ ലുക്ക് ഫോർ ഓപ്ഷൻസ്. അവിടുത്തെ പെണ്ണൊക്കെ ഉച്ചയ്ക്കാണ്. വേണ്ട, നമ്മൾ പറഞ്ഞ വേറെ നോക്കിക്കോളാം. അല്ല ഇപ്പൊ എന്താ പറയാ, രണ്ടെണ്ണം മാറ്റി കവറപ്പ അവള് പറയാ ഇത് വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല വേറെ നോക്കാം. ഓക്കെ, എന്നാ വേറെ നോക്കിക്കോളൂ. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല ഞങ്ങൾ പുറത്ത് വേറെ നോക്കാം. അപ്പൊ ഇവിടുന്ന് വേണ്ട. അങ്ങനത്തെ ഒരു ടോൺ. കസ്റ്റമേഴ്സ് ആണല്ലോ നമുക്ക് മുഖ്യം. നമ്മൾ കൊറേ ഒക്കെ കണ്ടതാണല്ലോ. സോ അങ്ങനെയൊക്കെയാണ് ഗൈസ്. ഇപ്പൊ നമ്മള് ഇനിയിപ്പോ എന്താ, ഇപ്പൊ നമ്മൾ ചിലപ്പോ വീട്ടിൽ പോവാണ്. ഓക്കെ, ഷോപ്പിംഗ് ബ്ലോഗ് വേറെ. ബൈ ഗൈസ്, ടു ബി കണ്ടിന്യൂഡ്. ബൈ. Hi guys, so this is day 2 of shopping for Lawrence Ikaka's kalyanam. Yeah. And first day was a utter flop. ഇന്ന് കിട്ടോ ഇല്ലയോ നോക്കാം. ഇവിടെ ഒരു ഷോപ്പ്
പക്ഷെ നല്ല റേറ്റ് ഉണ്ടാകും. സോ നൗ വി ആർ ഗോയിങ് ടു കസവ് കേന്ദ്ര. ഞാൻ ചിലപ്പം ഡ്രസ് നോക്കുമായിരിക്കും ഫോർ എനിക്ക് രണ്ടിനും നോക്കാണ്ടല്ലോ ഗൈസ്, പറഞ്ഞതാണ്. അപ്പൊ നമ്മളിപ്പോ ഓട്ടോ പിടിക്കണം. ഇപ്പൊ നമ്മളൊരു ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. ആ വ്ളോഗ് ഏതാ ആദ്യം വരാനൊന്നും അറിയില്ല. അത് രാമൻ വ്ളോഗ് ആയിരിക്കും. അത് പോയി കാണും. ഇപ്പൊ നമ്മൾ ചത്തേനെ. ഇപ്പൊ നമ്മൾക്ക് ഹോൺ അടിച്ചിട്ട് വണ്ടി അടിച്ച് നമ്മൾ ചത്തേനെ. പോയി നോക്കി നമുക്ക് ഓട്ടോ വേണം. അപ്പൊ നമ്മള് തിരിയാണ്. ഓട്ടോ കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലല്ലോ അല്ലേ? എനിക്ക് ഡ്രസ്സ് കിട്ടാൻ ഞാൻ തന്നെ പ്രാർത്ഥിക്കണം. അച്ഛനെ ഡ്രസ്സ് കിട്ടണേ. അമീൻ. അപ്പൊ നമുക്ക് നോക്കാം. നമ്മളിപ്പോ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. 3rd ഫ്ലോറിലാണ്. നമുക്ക് പാർട്ടി വെയർ ഗൗൺ ഒക്കെ ഉള്ളത്. ഇവിടെ ആണ് വുമൻസ് മോളിലെത്തി. തായ് വുമൻസ് മോൾ. ഇതിപ്പോ 2nd ഫ്ലോറാണ്. പട്ടി അയച്ചുണ്ട്. ആയിരിക്കും. അല്ല 3rd എത്തി. ഓക്കെ. ഒരു ഗൗണാണ് ഗൈസ് ഞാൻ നോക്കുന്നത്. നമ്മൾ ഭയങ്കര തിരക്ക്. നമ്മൾ കുറച്ച് ഡ്രസ്സസ് ഒക്കെ ട്രൈ ചെയ്യാനായിട്ട് കൊണ്ടുവന്നുണ്ട്. നമ്മളല്ല മീ. ഷീ ഈസ് മൈ എന്താ പറയാ അതിന് അസിസ്റ്റന്റ്. അപ്പൊ ഞാൻ ഓരോ ഡ്രസ്സ് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ മെയിൻ ആക്കി കാണിച്ചു തരാം. പാവ എന്റെ ബോജു നോക്ക്, ഇത്ര പോകുന്ന ഡ്രസ്സുകളൊക്കെ പിടിച്ചിരിക്കുകയാണ്. ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ് ഓരോന്നൊക്കെ. ഏത് ഫസ്റ്റ് ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ല, ആദ്യം നമുക്ക് ദിസ് വൺ. ആദ്യം മേലെ ഇരിക്കുന്ന എടുത്താൽ മതി. ഇത് ഓക്കെ. ബൈ. ഹായ് ഗൈസ്. ഒരാള് മെയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഞാനിവിടെ അടുത്ത ഡ്രസ് ഇട്ട് വന്ന് നോറി. കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ്. എനിക്ക് രണ്ടും ഇഷ്ടമായി. പക്ഷെ എനിക്ക് കൂടുതൽ ഇടാനൊക്കെ എളുപ്പം മറ്റേതാണ് ഫസ്റ്റ്. പക്ഷെ എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നു സെക്കൻഡ് വൺ എടുക്കാൻ, ഇൻക്ലൂഡിങ് മീ. എൻ്റെ ഒരു അഭിപ്രായത്തിലും സെക്കൻഡ് വൺ എടുക്കാനാണ്. ബട്ട് ഇറ്റ്സ് അപ് ടു യു നൗറി. ഇതിൻ്റെ ഷോളൊക്കെ രസമുണ്ടോ? ഇവരിത് കാണുമ്പോൾ നീ ഏതെങ്കിലും എടുത്തിട്ടുണ്ടാവും. ചെയ്യാൻ പോകും ചെയ്യും. ഇതിൻ്റെ ഷോളൊക്കെ എനിക്ക് ഇഷ്ടമായി. ബൈ ഗൈസ്. ഞാനപ്പോൾ ഇത് ചൂസ് ചെയ്യാൻ പോവുകയാണ്. ഇതെനിക്ക് നല്ല ഇഷ്ടമായി. ഇത് ഭാവിയിൽ എനിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമാവും. അപ്പോൾ അങ്ങനെ ഗൈസ് എനിക്കിഷ്ടമായിട്ടോ രണ്ടും. പക്ഷെ ഇതിന് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായി. എൻ്റെ കൂടെ വന്നോടെ അവർക്ക് ഡ്രസ്സ് കിട്ടി. ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് ദാറ്റ്. ഐ തിങ്ക് ഐ ആം ഹർ ഡ്രസ്സിലെ ലക്കി ചാം. ചക്ക. പക്ഷെ എനിക്കിത് ഇഷ്ടമായി ഗൈസ്. ഞാൻ എന്താ ചെയ്യാ? എല്ലാവരും എന്നോട് പറഞ്ഞ വർക്കുള്ളത് എടുക്കാൻ. അപ്പം ഞാൻ അവസാനം വർക്കുള്ളത് എടുക്കാൻ പോവുകയാണ്. ഐ എം ചൂസിങ് ദിസ് വൺ. ഓക്കെ ഗൈസ്, അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, പഴയ മോഡലിങ് തന്ന ആരിപ്പോ ഇടൂല നൗറി വർക്കൊന്നും. എന്നാ വാ അതെടുക്കാം. ബൈ. അങ്ങനെ നൗറി സെക്കൻഡ് ഡ്രസ് തന്നെ എടുത്തു. Now we are looking for Eid outfits. ഇവൾക്കൊരു ഡ്രസ്സിന്റെ ഒക്കെ എന്നെ നോക്കി ചിരിക്കായിരുന്നു. ഇവളിങ്ങനെ കൾച്ചറലെസ് ആയിക്കാൻ എന്താ ചെയ്യാ? ഞാനല്ല ഗൈസ് ഈ വ്ളോഗ് എടുക്കുന്ന മഹാനായ എനിക്കറിയില്ല. അത് പുതിയ മോഡലാണ്. ഞാൻ കരയാണ്, കണ്ണുന്നൊക്കെ വെള്ളം വരും. അതിന്റെ പേര് മൽച്ചന്തേലി യാത്ര. അത് ഇവിടെ എൻ്റെ അടുത്ത് പറയണ്ടേ? എനിക്ക് മൽച്ചന്തേലിന്റെ ഡ്രസ്സ് വേണമെന്ന് ഞാൻ കുറെ നേരമായിട്ട് നമുക്ക് ചോദിച്ചോക്കാൻ. അന്ന് ഞാൻ ഇതുവരെ എല്ലാ അടുത്തും പോയിട്ട് മണിച്ചന്തേലി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴൊന്നും അവൾക്ക് മനസ്സിലായില്ല. ഇന്ന് കറക്റ്റ് ആയിട്ട് ആ സെയിൽസ്മാൻ ചേട്ടന്റെ മുന്നിൽ ചേട്ടൻ മണിച്ചന്തേലി ഉണ്ടോന്ന്. അപ്പൊ അവർ രണ്ടുപേരും ചിരിക്കുക. കറക്റ്റ് എന്താ അറിയോ? മൽച്ചന്തേരി. ബൈ.
കൊറേ മണ്ടത്തരങ്ങൾ നൗറി അവിടെ പോയിട്ട് കാണിച്ചു guys. എന്തൊക്കെയാണ് മണ്ടത്തരങ്ങൾ As if she's a genius. ഞാൻ ഇങ്ങനെ ഇത്ര മണ്ടത്തരങ്ങൾ ഞാൻ ചെയ്യുന്നില്ല. അത് അവൾക്ക് അറിയാവുന്നതുകൊണ്ട് എനിക്ക് അറിയില്ല. എന്റെ വയറുവേദന എടുക്കാൻ തുടങ്ങി. അങ്ങനെ നമുക്ക് വെഡിങ് ഡ്രസ്സ് കിട്ടി നൗറിന്. നെക്സ്റ്റ് ഇയർ ഓഫ് ടു ഹണ്ട് ഫോർ അവർ ഈദ് ഔട്ട്ഫിറ്റ്. ഞാൻ എന്റെ മൈൻഡിലൊരു ഔട്ട്ഫിറ്റ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അതെനിക്ക് എവിടെ കിട്ടുന്നില്ല ഗൈസ്. ലെറ്റ്സ് സീ. Yeah. So we are going to SM Street. തിരക്ക് കണ്ടോ? SM സ്ട്രീറ്റിന്റെ തിരക്ക് കണ്ടോ? നമ്മളിനി ഇതിൻ്റെ ഉള്ളിലാണ് ഹണ്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, ഐക്കോണിക് SM. നൗറിന്റെ ലക്കി ചാം കൂടെ ഉള്ളത് കൊണ്ട് ഷീ ഗോട്ട് ഹർ അടുത്ത ഔട്ട്ഫിറ്റ് ട്രയൽ ചെയ്യാൻ പോവുകയാണ്. യെസ്. 180 rupees. ബോഞ്ചിക്ക് മൺചന്തേലി നോക്കുകയാണ് ഗൈസ്. ഇതാണ് ഇപ്പോൾ അവൾക്ക് ഇഷ്ടമായേക്കണത്. ഇതൊരു രസമുണ്ട് ഗൈസ്. പിന്നെ ഇതൊക്കെയാണുള്ളത്. അവൾക്ക് ഈ കളർ ഇഷ്ടമല്ല. ഇതൊരു പാറ്റേൺ അവൾക്ക് ഇഷ്ടമായില്ല എന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ രണ്ടും എൻ്റെത് വാങ്ങിച്ചത് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല അല്ലെ? പെട്ടെന്ന് ആയിരുന്നു ഗൈസ്. അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ എടുത്തു. യെസ്. ഇവിടെ നമ്മളുള്ളത് ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ കടയിലാണ്. ഓക്കെ, ചെരുപ്പില്ല, നമ്മൾ ട്രയൽ ചെയ്യാൻ വന്നേക്കാം. അപ്പം ബോഞ്ചി ഡ്രസ് എടുത്തു. ബോഞ്ചിയുടെ ക്ലാസ്മേറ്റ്സ് കാണിക്കരുത്. ബ്ലറാക്കിയാണ് നാം കാണിക്കുള്ളൂ. ക്ലിപ്പ് എടുക്കണം. പെരുന്നാൾ ഡ്രസ്സാണ് ഇപ്പൊ റിവീൽ ചെയ്യാൻ പറ്റൂല. ശരി, അപ്പൊ നമ്മള് ഇനിയിപ്പോ ജസ്റ്റ് ഇങ്ങനെയൊക്കെ നടന്നിട്ട് എന്താ ചെയ്യാൻ? കാരണം നമുക്ക് കർഫ്യൂല. We can go out, get in whenever we want. നമ്മൾ ചിലപ്പോ ഒരു ജ്യൂസ് ഒക്കെ കുടിക്കും. അപ്പൊ അടുത്തന്നെ ഷവർമ ഉണ്ട്. I wish I had a boyfriend. എനിക്ക് വാങ്ങിക്കൊടുത്തേനെ. ശരി, ഇപ്പൊ ഇതിൽ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ. അപ്പൊ നമ്മളൊന്ന് നോക്കട്ടെ കേട്ടോ ഗായ്സ്. നമ്മൾ ജ്യൂസ് കുടിക്കാണ്. എന്ത് ജ്യൂസ്? കമാം. It's nice. It's nice. ഞാൻ Guys, ആ കടയില് now we had a ferry. പരിചയക്കാരായി ഗൈസ് നമുക്ക്. ഓക്കെ, ആ കടയിലെ ചേട്ടൻ വാച്ചിങ് ദിസ്. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ Hi. ജ്യൂസ് ഒക്കെ കുടിച്ച് കുറച്ചിങ്ങോട്ടേക്ക് കഴുത്ത് വേദന എടുക്കണം. നമ്മളിപ്പോ മാനാഞ്ചിറ സ്ക്വയറിലാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് ചില്ലിങ്. നല്ലൊരു രസമുണ്ട്. തിരിച്ചു നമുക്ക് പോകാൻ തോന്നുന്നില്ല വീട്ടിലേക്ക്. കർഫ്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു പ്രശ്നവും ഇല്ല. നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ഒരു നല്ലൊരു രസമുണ്ട് ഗൈസ്. ഡേ വെൽ സ്പെൻഡ്. Yeah, it was a good day. എനിക്ക് നമ്മുടെ ഡ്രസ് കിട്ടി. നൗറിന് 2 ഡ്രസ് കിട്ടി. നമ്മുടെ ഷോപ്പിംഗ് ബ്ലോഗ് ഞാൻ വിചാരിച്ചു കുറെ സീരീസ് കണ്ടുവരുന്നു. പക്ഷേ shopping vlog കഴിഞ്ഞു. വെൽ നമ്മൾ കാണിച്ചു തരാം നമ്മുടെ ഷോപ്പിംഗ് ചെയ്തത്. കസവ് കേന്ദ്ര, ടോപ്പ് മോൾ ആൻഡ് ക്ലാസ്മേറ്റ്സ്. ക്ലാസ്മേറ്റ്സ് വാസ് വെരി സ്പെഷ്യൽ. ഓ ബോഞ്ചി തന്നെ ഇവിടെ നിന്ന് നല്ല രസമുണ്ട്. ഇറ്റ് ഇസ് ഗുഡ്. ദിസ് ഇസ് മാനാഞ്ചിറ സ്ക്വയർ ഗൈസ്. നല്ല രസമല്ലേ? ഇയാളെ നിൽക്കണം നോക്ക് ഗൈസ്. ദിസ് ഇസ് ഇറ്റ്. ഓക്കെ, They will spend. ഗൈസ് നമ്മളപ്പോ പോവാൻ പോവാണ്. Yeah, we are winding up this vlog. ഇപ്പൊ ലൈറ്റ് ഒക്കെ പോയി തുടങ്ങി. പക്ഷെ നല്ലൊരു രസമുണ്ട് അല്ലേ മാനാഞ്ചിറ ഇപ്പൊ? So peaceful. സോ പീസ്ഫുൾ. പക്ഷെ നമ്മളിപ്പോ ഇനിയിപ്പോ പോവാണ് ഗൈസ്. നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനിയൊന്നും ചെയ്യാനില്ല. സോ നൗ വി ആർ ഗോയിങ് ടു വൈൻഡ് അപ്പ് ദിസ് ഷോപ്പിംഗ് വ്ലോഗ്. It was a successful vlog. ഇനിയിപ്പോ ഇതിന്റെ ഡ്രസ് നമ്മൾ വിചാരിച്ചു 3-4 ഡേയ്സ് കാണിക്കാനുണ്ടാവുന്നു. പക്ഷേ പെട്ടെന്ന് സെക്കൻഡ് ഡേയില് എല്ലാം കഴിഞ്ഞു. അടിപൊളിയായിട്ട് കഴിഞ്ഞു ഗൈസ്. സോ ദിസ് ഇസ് ഗഡിയും പൂഞ്ചിയും സൈനിങ് ഓഫ്. ബൈ.